നമസ്കാരം. ഛേലെ ബേല ഭാഗം 11. പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അയൽ വീട്ടിൽ നിന്നും പൊങ്ങി വന്ന ഒരു കുയിലിൻ്റെ ദീനരോദനം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ചേട്ടത്തിയും ഒരു ചൈനീസ് നീലക്കുയിലിനെ വളർത്തിയിരുന്നു. ആ കൂട്ടിൽ നിന്ന് എപ്പോഴും ഒരു മധുര ശബ്ദം കേൾക്കാം. പലതരത്തിലുള്ള പക്ഷികൾ വീട്ടിലുണ്ടായിരുന്നു. അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതിന് ഒരു ജോലിക്കാരൻ ദിവസവും രാവിലെ വരും. ചില കിളികൾക്ക് ധാന്യങ്ങൾ കൊടുത്തും ചിലതിന് പ്രാണികളെയും. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ജ്യോതിജ്യേഷ്ഠൻ മറുപടി തരുമായിരുന്നു. സ്ത്രീകൾ അത്ര കരുണ കാണിച്ചില്ല. ചേട്ടത്തി അണ്ണാൻകുട്ടിയെ കൂട്ടിലടച്ച് വളർത്തുന്നത് തെറ്റാണെന്ന് ഞാൻ വാദിച്ചു. അവർ കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല, വലിയ ആശാൻ ചമയണ്ട എന്ന് കളിയാക്കുകയും ചെയ്തു. അതൊരു മറുപടിയായി എനിക്ക് തോന്നിയില്ല. ഒരു ദിവസം അണ്ണാൻകുട്ടിയെ ഞാൻ തുറന്നുവിട്ടു. കുറേ അധികം ശകാരം അതിനെ ഞാൻ കേൾക്കുകയും ചെയ്തു. ഉമേഷ് എന്നൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. സൂത്രശാലിയായ അയാൾ വിദേശി തയ്യൽ കടകളിൽ നിന്ന് ഒഴിവാക്കുന്ന പല നിറ തുണികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും. നല്ല ചില തുണിക്കഷ്ണങ്ങൾ അതിനോട് പല വിധത്തിൽ ചേർത്ത് തുന്നി വലിയ വിലയ്ക്ക് വിൽക്കാൻ കൊണ്ടുവരും. ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പെണ്ണുങ്ങളെ വിശ്വസിപ്പിക്കും. അവർ അതിൽ വീഴുകയും ചെയ്യും. എനിക്ക് ഈ ഫാഷനോട് വെറുപ്പായിരുന്നു. ചേട്ടത്തിയോട് ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് എന്നായിരുന്നു താക്കീത്. കറുത്ത ബോർഡറുള്ള വെള്ളസാരിയും ഡെക്ക മസ്ലിനും എത്രയോ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു നോക്കി. ചേട്ടത്തിമാരുടെ ഫാഷൻ വസ്ത്രങ്ങളും മറ്റും കാണുമ്പോൾ ഇന്നത്തെ അനിയത്തിമാർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ ധൈര്യം വരുമോ? പെണ്ണുങ്ങളുടെ വേഷവിധാനത്തിലും മറ്റും അന്ന് കൃത്രിമമുണ്ടായിരുന്നില്ല. ചേട്ടത്തിയോടുള്ള വാദപ്രതിവാദത്തിൽ എപ്പോഴും തോൽവി പറ്റി. എന്തെന്നാൽ ചോദ്യത്തിന് നേരെയുള്ള ഉത്തരമല്ല അവർ നൽകിയിരുന്നത്. അവരോടൊത്തുള്ള ചതുരംഗ കളിയിലും ഞാൻ തോറ്റു. ജ്യോതിജ്യേഷ്ഠനെ ശരിയായി മനസ്സിലാക്കുന്നതിന് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. കുറച്ചു മുമ്പുള്ള കാലം മുതൽ തുടങ്ങാം. വസ്തുകാര്യങ്ങൾ നോക്കുന്നതിന് ഷിലായിദായ്ക്ക് പോകുമ്പോൾ ഒരിക്കൽ എന്നെയും കൂട്ടി. വീട്ടിൽ നിന്നും പുറത്തേക്കുള്ള യാത്രകൾ ഒരു വിദ്യാഭ്യാസ പരിപാടിയാണെന്ന് ജ്യേഷ്ഠൻ കരുതിയിരിക്കണം. നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് അദ്ദേഹത്തിനറിയാം. ആത്മാവിഷ്കരണത്തിന് പ്രയോജനകരവുമാണ് അത്. പിന്നീട് ഷിലായിദായിൽ വെച്ചായിരുന്നു എൻ്റെ സാഹിത്യവാസന മുളച്ചു വിടർന്നത്. മുകളിലത്തെ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. താഴെ എസ്റ്റേറ്റ് ഓഫീസും ജോലിക്കാരും. പഴയ നീല ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണുന്നുണ്ട്. പത്മാ നദി കുറേ ദൂരെയാണ്. ഇന്ന് ആ ഫാക്ടറികളിൽ സായിപ്പന്മാരുടെ ആക്രോശങ്ങളൊന്നും കേൾക്കാറില്ല. നീണ്ട മേശയും ചുറ്റും കസേരകളുമുള്ള ഭക്ഷണശാല ഇന്ന് നിശബ്ദമായി കിടക്കുകയാണ്. പട്ടണത്തിൽ നിന്ന് മടങ്ങി വരുന്ന സായിപ്പന്മാരും മദാമ്മമാരും രാത്രിയെ പകലാക്കിയിരുന്ന സ്ഥലമാണ് അത്. തീനും കുടിയും സമൂഹ നൃത്തവും. പാവപ്പെട്ട കൃഷിക്കാരുടെ സങ്കടങ്ങൾക്ക് അധികാരികൾ ആരും ചെവി കൊടുത്തിരുന്നില്ല. പരാതിയും കൊണ്ട് ചെല്ലുന്നവർക്കാണ് ജയിൽ ശിക്ഷ. അതെല്ലാം പോയ കാലം. അവരിൽ പ്രമാണികളായ 2 പേരുടെ ശവകുടീരങ്ങൾ മാത്രമേ ഇന്നവിടെ കാണാനുള്ളൂ. വീടിൻ്റെ ഒഴിഞ്ഞ കോണിലാണ് എൻ്റെ മുറി. ഏകാന്തമായ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരിക്കുകയാണ്. മട്ടുപ്പാവ് പോലെ നീളമുള്ളതാണ് എൻ്റെ വിശ്രമവേളയും. ഒരത്ഭുത ദേശത്തിലെ വിശ്രമവേള. ഉപയോഗിക്കാതെ കിടക്കുന്ന ജലാശയത്തിലെ വെള്ളം പോലെ ആഴം കാണാൻ വയ്യാത്ത വിശ്രമം. ഒഴിവുകാലം. എൻ്റെ ഭാവന ഉണർന്നു തുടങ്ങി. പുസ്തകങ്ങൾ കവിതകൾ കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവയെല്ലാം പെട്ടെന്ന് വാടിക്കരിയുകയാണ് ചെയ്തത്. പെൺകുട്ടികളുടെ കവിതകളാണ് അന്ന് പത്രമാസികകളിൽ അധികമായി പ്രസിദ്ധീകരിച്ചിരുന്നത്. ക്രമേണ പുതിയതരം കവിതകൾ പ്രത്യക്ഷപ്പെട്ടു. അന്ന് പരസ്യമായി കവിത എഴുതിയിരുന്ന ആൺകുട്ടി ഞാനായിരുന്നു. 14 അക്ഷരങ്ങൾ ചേർത്ത് 4 വരി എഴുതിയാൽ കവിതയാകുമെന്ന് എൻ്റെ സഹോദരിയുടെ മകൻ ഒരിക്കൽ രഹസ്യമായി എന്നോട് പറഞ്ഞു. ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി. ഒരു കവിത അങ്ങനെ മുട്ടിട്ടു.
എനിക്കും മറ്റ് കവികൾക്കും ഇടയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുയർന്നു വന്നു. നോർമൽ സ്കൂളിൽ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രധാന അധ്യാപകനായ ഗോവിന്ദബാബു എന്നെ വിളിപ്പിച്ചു. കവിത എഴുതുമോ എന്ന് ചോദിച്ചു. ചിലപ്പോഴൊക്കെ എഴുതാറുണ്ട്, ഞാൻ പറഞ്ഞു. ഒരു പുതിയ കവിത എഴുതാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ ഒരു കവിത എഴുതി ക്ലാസ്സിൽ വായിച്ചു. ആ കവിത ഞാൻ എവിടെയോ നിന്ന് മോഷ്ടിച്ചതാണെന്നായിരുന്നു കൂട്ടുകാരുടെ അഭിപ്രായം. പദങ്ങൾ ഞാൻ കടമെടുത്തിട്ടില്ല, ആശയങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് താനും. പയാർ ത്രിപതി വൃത്തത്തിൽ ഒരിക്കൽ ഞാനൊരു കവിത എഴുതി. കുളത്തിൽ നീന്തി നീന്തി താമരപ്പൂ പൊട്ടിക്കാനായി ആയുമ്പോൾ ഓളങ്ങളിൽപ്പെട്ട് താമരപ്പൂ അകന്നകന്നു പോകുന്നു, ഒരിക്കലും പിടികിട്ടുന്നേയില്ല. അക്ഷയബാബു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീടുകളിൽ പോയി എന്നെ കൊണ്ട് ഈ കവിത ചൊല്ലിച്ചു. കുട്ടിക്ക് കവിത വാസനയുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ചേട്ടത്തിയുടെ അഭിപ്രായം മറിച്ചായിരുന്നു. ഞാനൊരു എഴുത്തുകാരനാണെന്ന് അവർ വകവെച്ച് തരികയില്ല. ബീഹാരിലാൽ ചക്രവർത്തിയെപ്പോലെ കവിയാവാൻ എനിക്ക് കഴിയില്ലെന്നും അവർ വിധി എഴുതി. ചേട്ടത്തിയുടെ പരിഷ്കാരഭ്രമത്തോട് യോജിക്കാൻ എനിക്കും കഴിയില്ല. ജ്യോതിജ്യേഷ്ഠന് കുതിരസവാരി വലിയ ഇഷ്ടമാണ്. ചേട്ടത്തിയെയും കുതിരപ്പുറത്ത് കയറ്റി സഞ്ചരിക്കാറുണ്ട്. ഷിലായിദായിൽ വെച്ച് എനിക്ക് ഒരു പോണി വാങ്ങിത്തന്നു. നിരപ്പല്ലാത്ത മൈതാനത്ത് വീഴും എന്ന ഭയത്തോടെയാണ് ഞാൻ ഓടിച്ചത്. എന്നെ മറിച്ചിടരുതെന്ന് അതിന് നിർബന്ധമുണ്ടായിരുന്നിരിക്കണം. അതിനാലാവാം ഞാൻ വീഴാതിരുന്നത്. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൽക്കത്ത തെരുവുകളിൽ കൂടിയും കുതിരസവാരി ചെയ്യുന്നതിന് ജ്യേഷ്ഠൻ എന്നെ അനുവദിച്ചു. പോണിയിലല്ല, കൊഴുപ്പുള്ള ഒരു കുതിരപ്പുറത്ത്. ജ്യോതിജ്യേഷ്ഠൻ ഒരു വേട്ടക്കാരനായിരുന്നു. കടുവയെ വേട്ടയാടാനായിരുന്നു കൂടുതൽ താല്പര്യം. ഛേലെ ബേലയുടെ 11ാം ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത്. ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.